ഇവിടെയാണ് ആശിഖ് അന്തരീക്ഷം നോക്കിയിട്ട് പറഞ്ഞത്, ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസിനിൻ വഅദദ്, ഹദ്ദു അസ്റൂലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തുപോയി, കണക്കില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തുപോയി. എന്റെ പ്രേമഭാജനമേ, ഞാൻ നിങ്ങളോടാണ് പാവലാതി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് പുറത്തുക നബിയേ എന്നാണോ അർത്ഥവാക്കിന്റെ അർത്ഥം? ആവശ്യമില്ലാതെ അർത്ഥം വെച്ചിട്ട് ജനങ്ങളെ മുശ്രിക്കാക്കുന്നതിനാ? വജ്ഹ് കലാമൽ ഖൗമി ഗൈറ മുഖത്തിൻ, മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ, മരിച്ചുപോയവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഉമ്മത്തിന് ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി. ഉമ്മത്തിനെ നരകത്തിലേക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ട, ഉമ്മത്തിനെ മുശ്രിക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ട. സംഭവിക്കൽ എന്തായിരിക്കും? ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയാൽ മുശ്രിക്കാതെ വിശ്വസിക്കേണ്ടി വരൂലേ? എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ മെനക്കിടുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോരെ? ഒരാശിക്ക് മൈസൂക്കോട് പറഞ്ഞ വാക്കുകളാണ്, അന്തരീക്ഷം നോക്കിക്കൊണ്ട് തന്റെ പ്രേമവാചനത്തോട് സംസാരിച്ചതാ. എന്താണ് സംസാരിക്കാൻ ന്യായം? മഹബത്ത് വർദ്ധിച്ചപ്പോൾ മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ്? ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ്, അറേബ്യയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബദുക്കളായ അറബികൾ, ഗ്രാമീണരായ അറബികൾ, അറാബികളായ അറബികൾ മഴയില്ലാതെ അവരെ കൃഷി നശിക്കാൻ തുടങ്ങി, ഒട്ടകങ്ങളും മറ്റും ചത്തൊടുങ്ങാൻ തുടങ്ങി, സമ്പത്തുകൾ നശിക്കാൻ തുടങ്ങി, കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനം മരിക്കാൻ തുടങ്ങി. ഈ ഗ്രാമീണരായ അറബികൾ റസൂലുള്ളാഹി തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നു. ഇമാം ബുഖാരിയുടെ ഹദീസാണ്, യാ റസൂലല്ലാഹ്, മഴയില്ല നബിയെ, ഞങ്ങളെ സ്വത്തുക്കളൊക്കെ നശിച്ചു നബിയെ, ഒട്ടകങ്ങൾ ചത്തൊടുങ്ങി, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ഞങ്ങളും ഇപ്പം മരിക്കും, അല്ലാഹുവോട് പറ നബിയെ കുറച്ച് വെള്ളം തരാൻ. ഇഷ്കാണ്. നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ വെറും ഒരു നിയമം പഠിപ്പിക്കുന്ന ഗുരുനാഥം മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ആത്മാവുമായിട്ട് അഷ്ടബുദ്ധിനെ ബന്ധിപ്പിക്കാൻ നാം തയ്യാറാണ്. നിയമത്തിന്റെ സൂചിമുനയിൽ ഈ ഉമ്മത്തിനെ തളച്ചിട്ട് വട്ടം കിടക്കണ്ട. ഈ ഉമ്മത്ത് രക്ഷപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് സലാമത്താക്കി കൊടുക്കും. രക്ഷപ്പെട്ടോളൂ ഉമ്മത്തെ നരകത്തിലേക്കാക്കാൻ മെനക്കെടണ്ട. അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഒരു വിധത്തിലും പറ്റാത്തത് മാത്രം നേർക്കേറെ പറഞ്ഞു കൊടുക്കും. അതാണ് ഇസ്ലാഹ്, അതാണ് ഉമ്മത്തോടുള്ള ഗുണകാംക്ഷ. എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കാൻ പറ്റുമോ നോക്കുക, നരകത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ ആ സഹാബാക്കളോട് നിങ്ങൾ പോയി അള്ളാഹ് ചോദിക്കും, അള്ളാഹ് നിങ്ങളെ കാര്യം നടത്തേണ്ടത് അവിടെ ഈമാൻ ഇസ്ലാമും തൗഹീദ് മുസ്ലിമിക്കാതെ നിങ്ങൾ മനക്കിട്ടില്ല, മറിച്ച് ഉടൻ തന്നെ കൈനീട്ടി അള്ളാഹുവിലേക്ക്, ഏ അള്ളാഹ് മഴ താ അല്ലാഹ് ഗൈസം മുഗീസ, മഴ താ അല്ലാഹ്, അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പഠിച്ചവനെ. സഹാബാക്കൾ എഴുതി, ഹദീസിന്റെ കിതാബിൽ എഴുതി, സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ വെയിലും കൊണ്ട് വന്നു മഴയും കൊണ്ട് തിരിച്ചുപോയി എന്ന്. എന്നുവെച്ചാൽ അഷ്റഫുൽ ചോദിക്കലായി, അള്ളാഹു തആല മഴ പെയ്യിപ്പിക്കലായി, ഇവർ മഴയും കൊണ്ട് തിരിച്ചു പോകലായി. വിശദിക്കാൻ പറ്റുമോ നമുക്കിത്? നാട്ടിലെത്തുമ്പോഴേക്ക് വെള്ളം കയറി എല്ലാം നശിച്ചു. കുറെ ഒട്ടകം വെള്ളത്തിൽ മുങ്ങി ചത്തു, കുറെ കൃഷി അതൊന്നേ നശിച്ചു. ആകമാന വെള്ളപ്പൊക്കം നാട്ടിലെത്തുമ്പോഴേക്ക് ബേജാറായി. പിറ്റേന്ന് കാലത്ത് വീണ്ടും വന്നു നബി ഞങ്ങളുടെ ഹദ്റത്തിലേക്ക്, അതേ ഹദീസിന്റെ ബാക്കി. യാ റസൂലല്ലാഹ്, വെള്ളം കൂടിപ്പോയി, ഞങ്ങളെ മൃഗങ്ങളൊക്കെ ചാകാൻ തുടങ്ങി, വെള്ളത്തിൽ മുങ്ങിയിട്ട് കൃഷി നശിക്കാൻ തുടങ്ങി, വെള്ളം പറയാൻ നബിയെ, മദീന പറയാൻ നബിയെ. അഷ്റഫുൽ തങ്ങൾ ഞാനെന്ത് പറയാനാ, നിങ്ങൾ അല്ലാണ്ട് വയ്ക്കെന്ന് പറഞ്ഞില്ല ആ സമയത്ത്, മറിച്ച് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, യാ അല്ലാഹ് ഇനി കടലുകളിലും പർവ്വതങ്ങളിലും പെയ്യിപ്പിച്ചാൽ മതി, ഈ കൃഷിക്ക് ദോഷമാകുന്ന രീതിയിലൊന്നും ഇനി മഴ വേണ്ട പഠിച്ചവനെ. സഹബാക്കൾ പറഞ്ഞു, ഞങ്ങൾ മഴയും കൊണ്ട് വന്നു വെയിലും കൊണ്ട് തിരിച്ചുപോയി. ഹദീസാണ് ഇത്. ഹദീസ് പഠിച്ച ഒരു ഉമ്മത്ത്, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത് ഉത്തരം കിട്ടി എന്ന് മാത്രമല്ല മനസ്സിലാക്കുന്നു, പിന്നെ കരുണക്കടലായ ബഹുമാനപ്പെട്ട ഹബീബായ മുത്തോടുള്ള പ്രേമം വർദ്ധിക്കുകയാണ്. കാരണം ഉമ്മത്തോടുള്ള മഹബത്ത് ആ റസൂൽ ഇത്രമാത്രം ഉണ്ടാകുമ്പോൾ സ്നേഹം അങ്ങോട്ടും വരികയാണ്. ഈ മഹബത്തും മനസ്സിൽ വെച്ച് നിറച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇത് ചിന്തിച്ചടക്കുന്ന ഹബീബോട് കാമുകം പറയുകയാണ്, യാ റസൂലല്ലാഹ്, തെറ്റ് ചെയ്ത് ഞാൻ നശിച്ചു നബിയെ, ഞാൻ നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാ പരാതി പറയുക എന്ന് തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തോട് സംസാരിച്ച കാമുകന്റെ വാക്ക് മാത്രമാണത്. അതിൽ ഒരു ശിർക്കും ഒരു കുഫ്റും അടങ്ങിയിട്ടില്ല.